ഹായ്. അപ്പം നമ്മൾ രേണുസുതി അങ്ങനെ പറയണോ? രേഷ്മ തങ്കച്ചെന്ന് പറഞ്ഞാൽ മതില്ലേ? അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. അപ്പോൾ മൂപ്പത്തിയേര് തകർത്ത് അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. വരി. അപ്പോൾ ആദ്യം തന്നെ നല്ല നിഷ്കളങ്കമായ മുഖഭാവം അല്ലേ? മേക്കപ്പ് എവിടെ ഇടേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. പിന്നെ ഒരു 1/2 കിലോ ലിപ്സ്റ്റിക്കും ഞാനൊന്ന് ഇട്ടോക്കട്ടെ. എനിക്ക് പറ്റൂല കേട്ടോ. ഇത് അന്നയും കൊണ്ട് എന്നോട് തയ്ച്ച. എന്തായാലും ആയിക്കോട്ടെ, അടുത്തത് കാണാം. അമ്മേ പോയിട്ട് വരാവേ. നോക്കി കണ്ടൊക്കെ പോയിക്കോട്ടാ. ശരി അമ്മ. എന്തായാലും വേണോ? 2 പഞ്ചസാര കൊണ്ടുണ്ട്. ശരി, എനിക്ക് മുട്ടായി മേടിച്ചിട്ട് വരാട്ടോ. രേണു 100 പരിപ്പും കൊണ്ടുവന്നിട്ടാ. ശരി അമ്മേ. എന്തേലും വേണമെന്ന് ചോദിച്ചാൽ എന്തിനാണെന്നറിയോ? അപ്പോൾ ആ വീട്ടിലത്തെ ഫുൾ ചിലവ് ഓളാ എടുക്കണമെന്ന്. നോട്ട് ദ പോയിന്റ്. ഇതുവരെ ഓക്കെയാണ്, ഇതുവരെ വളരെ കറക്റ്റാണ്. പക്ഷേ ഇനിയാണ് കഥ മാറ്റിമറിക്കണത്. റൊമാൻറ്റിക് സീൻ. സിനിമ ഡാൻസ് ആയി കളിച്ചിട്ട് ഓന് ഫുൾ ടൈം തന്നെ പണി. എന്താണ് അതിന് വേറെ പണിയൊന്നുമില്ല. ഞാൻ കുറെ നോക്കിയത് വളയുന്ന ലക്ഷണം കാണുന്നില്ല. അതെനിക്ക് തോന്നാ അതൊക്കെ നടക്കും. അത് ശരിയാച്ച് പറഞ്ഞത്. അതിഞ്ഞ് വളയില്ല, അതിഞ്ഞ് വളച്ചു കഴിഞ്ഞാൽ ഓടിയും. അത്രക്കല്ലേ ഉള്ളൂ. നോക്കണ്ട പോലെ നോക്കണം. നമ്മളിതൊക്കെ കണ്ടതാ. എനിക്ക് തോന്നുന്നില്ല. ഒരു പണിക്ക് പോകത്തില്ല ആറുകൾ. അത് എന്താ ചെങ്ങായിമാർക്ക് ഒരു കോളാമ്പിയയിൽ അവിടെ വെക്കായിരുന്നു കേട്ടോ. അത്രക്കുണ്ട്. അതൊരു സിമ്പിളായിട്ട് പിന്നെ ഓല എന്തൊക്കെയാ പറഞ്ഞല്ലോ, പെരേരാന്നോ? അത് മറ്റോനല്ലേ. ഭൂതങ്ങളെ വരുത്തണമെങ്കിൽ കുപ്പിയിൽ ഇങ്ങനെ വരുത്തണം. അപ്പോൾ ഭൂതം പുറത്തേക്ക് വരും. ഇവനെ വരുത്തണം എന്നുണ്ടെങ്കിൽ എന്താ ഐഡിയ എന്നറിയോ? ഞാൻ അതപ്പം കാട്ടിത്തരാം. ഇതാണ്ടോ വന്നു. അതെന്താണെന്നറിയാം അതിൻ്റെ ട്രിക്ക്? വേറെ ആരെങ്കിലും ഓൻ്റെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓനക്ക് സഹിച്ചൂല. ഓനപ്പം അവിടെ പാറിപ്പറന്നെത്തും. അതാണ് പെരേര. അല്ലെങ്കിലേ ഒരുപാട് തോൽവികളുണ്ട് ഇതിൽ. പിന്നെ എന്തിനാ ബനിയും കൂടിയും കുത്തി കയറ്റിക്കണേ? എന്തായിക്കോട്ടെ. ഇഞ്ഞാണ് ഇതിലെ പ്രധാന കഥാപാത്രം. 500 കൊടുത്തു കഴിഞ്ഞാൽ 1000ൻ്റെ അഭിനയം അഭിനയിക്കും. അമ്മാരി ഒരു കാക്ക. എൻട്രി. ചെങ്ങായി അതാ വീട്ടിക്ക് പണിക്ക് പോണതല്ലേ? അതന്നെ ഞങ്ങൾ പറഞ്ഞേ, പണിക്കോണ കാര്യം അതല്ലേ ഞങ്ങൾ പറഞ്ഞേ. ഞങ്ങളുള്ള കാര്യം. അതാണ് എനിക്ക് നാട്ടുകാരത്ത് പറയാനുള്ളത്. അനാവശ്യം പറയാൻ നിൽക്കരുത്. ഭർത്താവില്ലാത്തൊരു പെണ്ണാണ്. അത് ജോലി എടുത്തിട്ടാണ് ജീവിക്കണത്. സെന്ററിൽ കൂടെ കയറി പോകില്ലെന്നല്ലേ പറഞ്ഞ നിങ്ങൾ? എന്തോ ബ്രോ ഞാൻ പറഞ്ഞേ തിരിച്ചെടുത്തുക്കണു. നാട്ടുകാരെ നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളി. പെണ്ണിനോട് പറഞ്ഞാൽ കണ്ണടിച്ചു പൊട്ടിച്ചു. എന്താ ഈ കാക്ക എല്ലാരും തല്ലാൻ പോകും? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായേ. ഈ കാക്കാക്ക് പെരീന്നേ ബീഡിക്കും ചായക്കും പൈസ കൊടുത്തിട്ടില്ല. സംഭവം അതാണ്. ഇതാരാ മുത്തുപ്പേ? പറഞ്ഞു മെമ്പറങ്ങളെ പറയണേ. അങ്ങനെ സ്ഥിരം കാണണല്ലേ വണ്ടി കയറി പോണത്. പിന്നെയും കാക്ക, ഡേഞ്ചർ കാക്ക. ഇതെല്ലാരത്തും അടി ഉണ്ടാക്കുകയാണല്ലോ. ഒരു 30 ഉറുപ്പ്യ കൊടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. അതാണ് കൊടുത്തോളി. ഞാൻ മൂലൊക്കെ പോയിട്ടേ ഒരു ചായ ഒരു ബീഡിയൊക്കെ വെച്ച് അങ്ങനെ കുത്തിരുന്നോളൂ. എന്താടാ വിചാരിച്ചിക്കണ്? എന്താടോ വല്ലാത്ത മതി കാക്ക. അടുത്ത് കാണാം. അങ്ങനെ പോണു. ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാൻ അറിയട്ടാ. എന്റെ പൊന്നാര ചേച്ചി ഇന്ന് പറയങ്ങള് ഒന്ന് അങ്ങോട്ട് പറയുന്നേ. ഇവിടെ പണിക്ക് വരുന്ന ആ കുട്ടിയില്ലേ, നിങ്ങളന്ന് കൊണ്ടുവന്നാക്കിയേ, ആ കുട്ടി എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്.
പിന്നെ മകനെ ഇന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവളെ എൻ്റെ മകളായിട്ട് എൻ്റെ വീട്ടിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഓള് സമ്മതിക്കുന്നു തോന്നുന്നില്ല. എന്തായാലും കണ്ടു നോക്കാം, ചിലപ്പോൾ സമ്മതിച്ചാലോ. ഇത് പാരാ? ഇത് സേവിയർ ക്ലബിലുള്ള ഇവനൊക്കെ അവളെ പറ്റി ഒരുപാട് അപവാദം പറഞ്ഞു വരുന്നത് കൊടുത്തു. അവൻ എൻ്റെ കൂടെ കൂട്ടിയതാ, സത്യാവസ്ഥ മനസ്സിലായിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ പൊന്നാരൻ്റെ കാക്ക കുറച്ചധികം ആൾക്കാരെ വീട്ടിലേക്ക് വിളിച്ചോണ്ടേണ്ടി വരും. അല്ല, ഇതിപ്പോൾ ഷോർട്ട് ഫിലിമാണോ അതോ രേണുവിനെ പുകഴ്ത്തിയിട്ടുള്ള ഫിലിമാണോ എന്താന്ന് കൊണ്ടൊരു പിടുത്തം കിട്ടുന്നില്ല. ഇത് ഓരോരോ ഡയലോഗ് കേൾക്കുമ്പോഴേ എവിടേക്കേ തട്ടിച്ച് പറയണ മാതിരി ഉണ്ട് ഇല്ലേ? എന്തായാലും അടുത്ത് കാണാം. അന്ന് സുഖമില്ലാന്നുള്ളൂ, കണ്ടമാനം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അങ്ങനെ വരട്ടെ. നല്ല ആളെയും കൂട്ടിയിട്ടാണ് പെണ്ണ് കാണാൻ വന്നിക്കണത്. ഇന്നിപ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പൊ അവൻ എന്നെ കെട്ടണം പറയണേ. എന്ത് ചെയ്യണ്ടോ? ഞങ്ങൾ ആ കല്യാണം ഒന്ന് ഉറപ്പിച്ചാട്ടെ. എന്താ മെമ്പർ? അതെനിക്ക് സമ്മതമില്ല. മോത്തടിച്ച മഴയാണല്ലോ പറയുന്നത് രേണു. ആരുടെ മുന്നിൽ നിന്നാണ് ഇമ്മാരി വർത്താനം പറഞ്ഞിക്കണേ? എന്നിട്ട് ഈ കാക്കൊന്നും പറയില്ലേ? പറയണല്ലോ. ഓക്കെ അല്ലേ? എനിക്ക് ഇത്രയും വലിയൊരു മോളില്ലല്ലേ, അതിനെ കെട്ടിച്ചണ്ടേ? അതിന് പൈസ വേണ്ട എനിക്ക്. എന്താ കണക്കാക്കിക്കണേ? ആ ചെക്കനാണ് കാലിന് സുഖമില്ലാന്നുള്ള ഇഷ്ടം മാതിരി പൈസ ഉണ്ട്. അവനാണെങ്കിൽ എനിക്ക് എന്നെ ഇഷ്ടമാണ്. പിന്നെ എന്താ എനിക്ക് പ്രശ്നം? ഒന്നും ശരിയാവില്ല. ഒരു കുട്ടി ഉള്ളതാ, എനിക്ക് പറ്റൂല. നിക്ക് 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 നിക്ക്. റെഡി 1 2 3 അവള് പോയിക്കോ. ഇത്ര പെട്ടെന്ന് സമ്മതിച്ചും ചെയ്തോ? അല്ലെങ്കിലും ഈ രേണു അങ്ങനെ തന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ടേ ഏത് അറ്റം വരെയും പോകും. അത് ഫിലിമിലല്ല, ജീവിതത്തിലാന്ന് മാത്രം. ഇതുപോലൊരു കാഴ്ച കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ പക്ഷെ സമ്മതിക്കില്ലല്ലോ രേഷ്മ തങ്കച്ചൻ. എന്തായാലും കിടിലൻ ക്ലൈമാക്സ്. എൻ്റെ പൊന്നാര രേണു ചേച്ചി, നിങ്ങളെത്താണ് എനിക്ക് പറയാനുള്ളത്. തുതിച്ചേട്ടൻ എന്ന് പറയണതേ ഒരു അനുഗ്രഹീത കലാകാരനാണ്. ആ പേരും വെച്ചിട്ടേ ഉള്ള അനുഗ്രഹം കളയാതിരിക്കുക, അത്രേ ഇതിലൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് ഷോർട്ട് ഫിലിമുകളൊക്കെ ഇറങ്ങാണ്ടെന്നാണ് പറയണത്. ഒക്കെ കാണാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.